ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ക്രീമി ബട്ടർ ചിക്കൻ ആയാലോ. നല്ലൊരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. ഫ്രഷ് ക്രീം ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ബട്ടർ ചിക്കൻ. നമുക്കിപ്പോൾ റെസ്റ്റോറൻറ്റിലെ സെയിം ടേസ്റ്റിൽ എങ്ങനെ ബട്ടർ ചിക്കൻ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ബോണോട് കൂടിയിട്ടുള്ള പീസസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കനും യൂസ് ചെയ്യാം. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുക്കുക. ഫസ്റ്റ് ഒന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നോക്കിയ സമയത്ത് മുളക് പൊടി കുറവായിരുന്നു. 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. മുന്നേ ഞാനൊരു ബട്ടർ ചിക്കൻ മക്രോണീൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് 4 മീഡിയം സൈസിലുള്ള തക്കാളിയും 1 നല്ല എരിവുള്ള പച്ചമുളകും 2 ചെറിയ പീസ് ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും 2 മീഡിയം സൈസിലുള്ള ഉള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പകുതി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പാൻ ചൂടാക്കിയെടുക്കാം. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് 2 ഗ്രാമ്പൂ, 1 ബേ ലീഫ്, 2 ഏലക്ക, 1 ചെറിയ പീസ് പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 5 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും 1 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പൊതുവേ ബട്ടർ ചിക്കൻ അത്ര സ്പൈസി അല്ല, അപ്പോൾ പച്ചമുളക് എടുക്കുന്ന ടൈമിൽ നോക്കിയിട്ട് എടുക്കാം. നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 8 കാഷ്നട്ട് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കിത് ഈ മസാല കുക്കറിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറെ പൗഡറൊന്നും നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പട്ട ഗ്രാമ്പൂ ഒക്കെ ഫസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇട്ടിട്ടില്ല എങ്കിൽ ഈ ഒരു ടൈമിൽ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. റെഡ് ചില്ലി പൗഡർ കുറവായിരുന്നു. 1/2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണിയാൻ വേണ്ടി മാറ്റിവെക്കാം. മസാല നന്നായി തണിഞ്ഞു വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മസാല നല്ല പേസ്റ്റ് ആക്കിയെടുക്കാം. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മസാല നല്ല ക്രീമി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മസാല തയ്യാറാക്കിയിരുന്ന സെയിം പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇട്ടാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ടിടുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പാനിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ബട്ടർ ചിക്കൻ ഉണ്ടാവുക. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് തിക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് തിളച്ച് വന്നാൽ നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഈ ഒരു ടൈമിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി ചിക്കനൊക്കെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറവായതിനാൽ ഞാൻ ഒരിത്തിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ അവസാനമായിട്ട് 1/4 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കനാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.